ഉസ്ബെക്കിസ്ഥാനിൽ ഹരിപ്പാട് സ്വദേശിനി സാവരിയ ബസന്ത് കൊല്ലപ്പെട്ട സംഭവത്തിൽ കേരള സർക്കാർ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാളിതുവരെ നടന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ വിശദമായ പോലീസ് അന്വേഷണം നടത്തണമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല പ്രണയക്കണിയിൽപ്പെടുത്തി പെൺകുട്ടികളെ മതം മാറ്റാൻ നിർബന്ധിക്കുകയും അതിന് തയ്യാറാകാത്തവരെ ക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തുകയും അല്ലെങ്കിൽ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതുമായ സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമാണെന്നും അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉസ്ബെക്കിസ്ഥാനിൽ വച്ച് ഹരിപ്പാട് പിലാപ്പുഴ പുതുക്കാട്ട് സുപ്രഭ ഭവനിൽ ബസന്തിന്റെയും മിനിയുടെയും മകൾ സാവരിയ ബസന്ത് ലവ് ജിഹാദിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ കേരള സർക്കാർ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാളിതുവരെ നടന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ വിശദമായ പോലീസ് അന്വേഷണം നടത്തണമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇത്രയും ക്രൂരമായൊരു കൊലപാതകം നടന്നു കഴിഞ്ഞിട്ട് ഈ ബന്ധു അവിടെ ചെന്ന് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഈ അന്വേഷണം ഗൗരവമാകണം എന്ന് പറയണതെന്ന് പറഞ്ഞാൽ ഇത് അട്ടിമറിക്കപ്പെടുമോ എന്ന് ന്യായമായും സംശയിക്കും. കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ പ്രതിയുടെ പ്ലാമന്തോൾ സ്വദേശിയായ പ്രതിയുടെ അമ്മ അവരൊരു അധ്യാപിക കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർ പിതാവും വിളിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു, പക്ഷേ നമുക്ക് തെളിവുകളില്ല. അമ്മ ഈ പെൺകുട്ടിയെ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം? അപ്പോൾ ഈ അമ്മയടക്കം പ്രതിയാണ് ഈ കേസിൽ. അമ്മയടക്കം പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കണം. അത്തരം തെളിവുകൾ മായ്ച്ചു കളയാനാണോ ഫോൺ അവിടെ വാങ്ങിച്ചു വെച്ചത്? ആ ഫോൺ മാത്രമാണ് അവർ പിടിച്ചു വെച്ചിരിക്കുന്നത്, ബാക്കി ഒന്നുമില്ല. ഈ കുട്ടിയുടെ ഫോണാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്, അത് മാത്രം അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ബാക്കി ഫോറൻസിക് പരിശോധനയ്ക്ക് ആവശ്യമായ, സ്ഥലപരിശോധനയ്ക്ക് ആവശ്യമായ അല്ലെങ്കിൽ എന്തൊക്കെയാണോ അത് മുഴുവൻ പാക്ക് ചെയ്ത് ഡെഡ് ബോഡിയോടൊപ്പം കേരളത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ആ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അവരുടെ ജീവനോ അവരുടെ സംസ്കാരമോ നഷ്ടപ്പെടാവുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഇന്ത്യ ഗവൺമെൻറ് തന്നെ ആ വിഷയത്തിൽ ഇടപെടണം. ഇത്തരത്തിൽ വ്യത്യസ്തമായ പരസ്യം നടത്തിക്കൊണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികളെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവിടെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ പരസ്യം കൊടുത്ത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആകർഷിച്ചു കൊണ്ടുപോയ കുട്ടികൾ അവരുടെ ജീവിതവും സംസ്കാരവും അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടോ? അവരവിടെ അടിമയാണോ? അപ്പോൾ അതുകൊണ്ട് കൃത്യമായ സ്ഥാപനത്തെപ്പറ്റി അവിടെ പഠിക്കുന്ന ബാക്കി എല്ലാവർക്കും വേണം മലയാളി കുട്ടികളെ പറ്റിയിട്ട് കൃത്യമായ ഒരു അന്വേഷണം, അവരുടെ പഠന സാഹചര്യത്തെ പറ്റിയിട്ട്, അവർക്ക് നാളെയുള്ള അവരുടെ ഭാവിയെ പറ്റിയിട്ട്, ചെറിയ കാര്യമല്ലത്, അതിനെപ്പറ്റി അന്വേഷിച്ചേ മതിയാകുള്ളൂ. കാരണം ഇത് നടന്നിരിക്കുന്നത് ഇന്ത്യക്ക് വെളിയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാലോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പോലീസ് സംവിധാനം അന്വേഷിച്ചാലോ അവർക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് CBI അന്വേഷണത്തിന് വിടണം ഈ കേസ്. ആ CBI അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഇത്തരത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ ഏജൻസികളെ മുഴുവൻ, അതാരുമായിക്കൊള്ളട്ടെ, ആ ഏജൻസികളെ മുഴുവൻ അവരുടെ റഡാറിൽപ്പെടുത്തണം. അന്വേഷിക്കുമ്പോൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എന്തുദ്ദേശത്തിനാണ് എന്നുള്ളത് CBI അന്വേഷണത്തിൻ്റെ റഡാറിൽ ഇതിൻ്റെ ഏജൻസികൾ, കേരളത്തിൽ ഇവർക്ക് എത്ര ഏജൻസികളുണ്ടോ അത്രയും ഏജൻസികൾ. വലിയ പ്രതീക്ഷയോടെ ലക്ഷങ്ങൾ ചെലവഴിച്ച് മെഡിസിൻ പഠിക്കാൻ പോയതാണ് ആ കുട്ടി. നാളെ ഡോക്ടറായി വരും എന്ന് വിചാരിച്ചാണ്. അതുകൊണ്ട് ആ കുട്ടിയുടെ കുടുംബത്തിന് ഏറ്റവും അടുത്ത ഘട്ടത്തിൽ തന്നെ അതിനാവശ്യമായ നഷ്ടപരിഹാരം കേരള സർക്കാർ കൊടുക്കണം. ഭാരതവും ഉസ്ബെക്കിസ്ഥാനും തമ്മിൽ നിലവിലുള്ള കുറ്റവാളികളെ കൈമാറുവാൻ ഉള്ള കരാർ ഉപയോഗപ്പെടുത്തി സദറുൽ അനമിനെ ഭാരതത്തിലെത്തിച്ച് കൃത്യമായ വിചാരണ നടപടികൾ നടത്താൻ സാധിക്കണം. 2 വിദേശ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ഒരു കേസിന് ഉസ്ബെക്കിസ്ഥാനിൽ അർഹിക്കുന്ന പ്രാധാന്യം കിട്ടണമെന്നില്ല. തന്നെയുമല്ല, പ്രതി രക്ഷപ്പെട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രണയക്കിടയിൽ പെടുത്തി പെൺകുട്ടികളെ മതം മാറ്റാൻ നിർബന്ധിക്കുകയും അതിന് തയ്യാറാകാത്തവരെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയും അല്ലെങ്കിൽ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതുമായ സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമാണ്. ഇതിനെതിരെ കേരള സമൂഹം ജാഗ്രത പുലർത്തി പുതുതലമുറയിലെ പെൺകുട്ടികളെ ബോധവൽക്കരണം നടത്തണമെന്നും അവർ പറഞ്ഞു. ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി S. ചന്ദ്രശേഖരൻ, സംസ്ഥാന സമിതി അംഗം ശശികുമാർ, മഹിളാ ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി അംബിക സോമൻ തുടങ്ങിയവരും പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.